2020 AK ആന്റണി ഭരിക്കുമ്പോ കേരളത്തിന്റെ കടം 25,000 കോടിയായിരുന്നു. 5 വർഷം കഴിഞ്ഞ് ഭരണം പൂർത്തിയാക്കുമ്പോ ആ കടം 48,000 കോടിയായി. വീണ്ടും 5 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഭരിച്ചു. ആ കടം അവർ 83,000 കോടിയാക്കി. അവിടെ നിന്ന് 1,60,000 ആയി. ഓരോ 5 വർഷം കഴിയുമ്പോഴും കടം ഇരട്ടിക്കുന്നു. അങ്ങനെ 58 വർഷം കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും കേരളം ഭരിച്ചു കഴിഞ്ഞപ്പോ കേരളത്തിന്റെ കടം 1,68,000 കോടിയായി ഉയർന്നു. കേരളത്തിലുള്ള ഓരോ മലയാളിയും 50,000 രൂപ കടക്കാരനായി മാറി. എന്നാൽ നമ്മുടെ പിണുസഖാവ് 8 വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോ കേരളത്തിന്റെ കടം 1,68,000 കോടിയിൽ നിന്ന് 5 ലക്ഷം കോടിയിലേക്ക് ഉയർന്നു. 8 വർഷം കൊണ്ട് കടം 3,50,000 കോടി അദ്ദേഹം കൂട്ടി. ഇന്ന് കേരളം മുന്നോട്ട് പോകുന്നത് ഒരു ദിവസം 200 കോടി രൂപ കടമെടുത്തുകൊണ്ടാണ്. ഈ രീതിക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഭരണം പൂർത്തിയാകുമ്പോ കേരളത്തിന്റെ കടം 7 ലക്ഷം കോടി കവിയും. കേരള ഗവൺമെന്റിന്റെ ഇക്കണോമിക് മാനേജ്മെന്റ്, ഇക്കണോമിക് ഗ്രോത്ത് മാനേജ്മെന്റ് ഒരു പൊളൈറ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ ഇനെപ്റ്റാ. അതിന്റെ പ്രൂഫ് എന്താന്ന് പറഞ്ഞാൽ അവരെന്നെ എഫിഡവിറ്റ് സുപ്രീം കോർട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 7 കൊല്ലത്തിൽ ഞങ്ങളുടെ അക്യൂമുലേറ്റഡ് ലോസ് ആണ് 1.1 lakh crores. അവരെന്നെ പറഞ്ഞു ഇന്ന് ശമ്പളം കൊടുക്കാൻ കടം വാങ്ങിയിട്ടാണ് ശമ്പളം കൊടുക്കുന്നത് പറഞ്ഞാൽ അത് എന്റെ ഒരു കമ്പനി ആണെങ്കിൽ നമ്മൾ പറയുന്നത് ഡെറ്റ് ട്രാപ്പാണ്. ഇവിടെ സംസ്ഥാന സർക്കാർ പറയുന്നത് അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായിട്ട് ഭയങ്കര ഞെരുക്കാണ്, നമുക്ക് തരാനുള്ളതൊന്നും തരുന്നില്ല. വിജയ് മല്യ എന്ന് പറഞ്ഞ ഒരു പൊടി ഉണ്ടല്ലോ, അയാള് ഇങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ശമ്പളം കൊടുത്ത് നിർത്തി. വിജയ് മല്യന്റെ ആൻസർ ഇന്ന് ഇവിടുത്തെ ഗവൺമെന്റ് കൊടുക്കുന്ന ആൻസർ ഭയങ്കര സിമിലാരിറ്റി ഉണ്ട്. വിജയ് മല്യ പറഞ്ഞു എനിക്ക് ശമ്പളം കൊടുക്കാൻ ഗവൺമെന്റ് എനിക്ക് കടം എടുക്കാൻ സമ്മതിക്കുന്നില്ല. വിജയ് മല്യന്റെ കമ്പനിയിൽ നമ്മളിപ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ എന്താ നമ്മുടെ കൺക്ലൂഷൻ? മിസ്മാനേജ്മെന്റ് ആൻഡ് കറപ്ഷൻ.